ഗലാത്യ ലേഖനത്തിന്റെ 2-ാം അധ്യായം 18-ാം വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ആം, ശ്രദ്ധിച്ചത്. ഗലാത്യർ 2:18 ഓർപ്പിക്കുന്നത്, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. ആക്ച്വലി ഇത് ആശയവിനിമയത്തിന്റെ ഒരു രീതിയാണ്. ഞാൻ ഈ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് ദൈവവചനം പഠിപ്പിക്കുന്നതിന് ദൈവവചനം തന്നെ നമ്മൾ തരുന്ന മാതൃകയെക്കുറിച്ച് ഇപ്പം പല പ്രാവശ്യം പറഞ്ഞു. കാരണം ആ മാതൃകയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടത് ആവശ്യമാണ്. അതിൽ അടുത്തത് കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. അവിടെ ദൈവവചനം ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പൊളിച്ചത് വീണ്ടും പണിതാൽ നിങ്ങൾ ലംഘനക്കാർ എന്ന് നിങ്ങളെ തന്നെ തെളിയിക്കുന്നു. എന്നാൽ ചില സമയത്ത് ഡയറക്റ്റ്ലി പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകും. അതിന് ദൈവാത്മാവ് എഴുതിയ ആളിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഞാൻ പൊളിച്ചത് വീണ്ടും പണിതാൽ ഞാൻ ലംഘനക്കാരൻ എന്ന് എന്നെ തന്നെ തെളിയിക്കുന്നു. അർത്ഥം ഇതാണ്, ഗലാത്യരെ, നിങ്ങൾ പൊളിച്ചു കളഞ്ഞു, അത് പിന്നെയും പണിയുകയാണ്, നിങ്ങൾ ലംഘനക്കാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ വിശദീകരണം 19-ാം വാക്യത്തിൽ നാം കാണുന്നു. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിനെ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. അപ്പം നമ്മൾ ഈ പൊളിച്ചു എന്ന് പറയുന്നത് ന്യായപ്രമാണം തന്നിരുന്ന ആ ചടങ്ങുകളെല്ലാം ഇല്ലാതെയായി. ന്യായപ്രമാണത്തിന്റെ ുള്ള ധാർമ്മിക വാല്യൂസ് അല്ല ഇല്ലാതായത്, ന്യായപ്രമാണത്തിലുള്ള ചടങ്ങുകൾ അതെല്ലാം ഇല്ലാതെ ആയിരിക്കുകയാണ് പുതിയ നിയമത്തിൽ. അതിനെക്കുറിച്ച് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നത്, ദൈവത്തിനായി ജീവിക്കേണ്ടത് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ന്യായപ്രമാണം യഹൂദന്മാർക്ക് ലഭിച്ചിട്ട് ഈ പുതിയ നിയമ അല്ലെങ്കിൽ കൃപായുഗം തുടങ്ങിയപ്പോൾ യഹൂദന്മാർക്ക് ന്യായപ്രമാണം ലഭിച്ചിട്ട് ഏകദേശം 1500 വർഷങ്ങൾ ആയി കഴിഞ്ഞു. 1450 മോശയിൽ കൂടെ ദൈവാത്മാവ് ന്യായപ്രമാണം നൽകിയത്. അപ്പം AD ഒരു 34 ആയപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഗലാത്യ ലേഖനം എഴുതിയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് 1500 വർഷമായി. ഈ 1500 വർഷങ്ങളിൽ ന്യായപ്രമാണം ഒരു കാര്യമാണ് തെളിയിച്ചിരിക്കുന്നത്. എന്ത്? ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ച് ആർക്കും നീതീകരണം പ്രാപിക്കാൻ സാധിക്കത്തില്ല. ഉത്പത്തിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കാക്കപ്പെട്ടു. ന്യായപ്രമാണം വന്നെങ്കിലും ന്യായപ്രമാണവും തെളിയിക്കുന്നത് നീതി ന്യായപ്രമാണത്തിൽ കൂടെ അല്ല, വിശ്വാസത്താലെയാണ്. അതാണ് ദൈവത്തിനായി ജീവിക്കേണ്ടത് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ന്യായപ്രമാണം വന്ന് 1500 വർഷം ദൈവജനത്തിന്റെ മധ്യേ ഭരിച്ച് അതിൽ കൂടെ മനസ്സിലാക്കിയത്, മനുഷ്യന് കർമ്മത്തിൽ കൂടെ രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തില്ല. കർമ്മത്തിൽ കൂടെ രക്ഷ പ്രാപിക്കാൻ ശ്രമിക്കുന്നവൻ മരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 2 രീതിയിലുള്ള മരണത്തെക്കുറിച്ചാണ് ദൈവാത്മാവ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ന്യായപ്രമാണം ആചരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആള്, അവന്റെ കർമ്മം അവനെ ഇല്ലാതാക്കുകയേ ചെയ്യത്തുള്ളൂ, അവന് രക്ഷ നൽകത്തില്ല. 2, പുതിയ നിയമയുഗം വന്നതോടെ, കൃപായുഗം തുടങ്ങിയതോടെ നമ്മൾ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് വേണ്ടി മരിച്ചു. കാരണം ഇനി നമ്മൾ ന്യായപ്രമാണത്തിന് കീഴിൽ അല്ല. ക്രിസ്തീയ വിശ്വാസികൾ അവരുടെ ക്രിസ്തീയ വിശ്വാസം വേണ്ട രീതിയിൽ ജീവിക്കണമെങ്കിൽ ആദ്യമേ ന്യായപ്രമാണത്തിന് വേണ്ടി നമ്മൾ മരിച്ചവരാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ബാക്ക് ഡോറിൽ കൂടെ ക്രിസ്തീയ സഭയിൽ ന്യായപ്രമാണത്തിന്റെ പലവിധ ഡിമാൻഡുകൾ നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അതിൽ 1-2 ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. വേർപാട് സഭകൾ തുടങ്ങിയ സമയം തൊട്ട് ആ ന്യായപ്രമാണം ബാക്ക് ഡോറിൽ കൂടെ സഭയിൽ കൊണ്ടുവരുവാൻ വേണ്ടി ധാരാളം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, വേർപാട് പ്രസ്ഥാനം ആദ്യമേ തുടങ്ങിയത് ഇംഗ്ലണ്ടിലായിരുന്നു. ഇംഗ്ലണ്ടിൽ തുടങ്ങി ഒരു തലമുറ പോലും കഴിയുന്നതിന് മുൻപ് ന്യായപ്രമാണം അവർ ബാക്ക് ഡോറിൽ കൂടെ സഭയിൽ കൊണ്ടുവന്നു തുടങ്ങി. ഇംഗ്ലണ്ടിലുള്ള വേർപാട് പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധമില്ലാതെയാണ് 1899 കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം. ഞാൻ ആവർത്തിച്ചോർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ആന്റണി നോറിസ് ഗ്രോവ്സ് ആണ് തുടങ്ങിയതെന്ന് പലർ അവകാശപ്പെട്ടിട്ടുണ്ട്. ഗ്രോവ്സ് കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം തുടങ്ങുന്നതിന് 10-40 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രോവ്സ് മരിച്ചുപോയായിരുന്നു എന്നുള്ളത് ഈ പറയുന്നവരാരും ചെക്ക് ചെയ്ത് നോക്കാറില്ല. കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം ദൈവാത്മാവിന്റെ ഒരു പ്രത്യേക പ്രവർത്തനമായിരുന്നു.
അതിന് ദൈവാത്മാവ് ഉപയോഗിച്ചത് തമിഴ് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. തമിഴ് ഡേവിഡ് കേരളത്തിൽ വന്ന് മാനസാന്തരവും വിശ്വാസവും വിശ്വാസ സ്നാനവും പ്രസംഗിച്ച് അങ്ങനാണ് കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം വന്നത്. വേർപാട് പ്രസ്ഥാനം വന്നതോടെ പള്ളിയും പട്ടത്വവും അതിനെല്ലാം ആളുകൾ ത്യജിച്ചു. പുതിയ നിയമം വിശ്വാസികൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം അത് അവര് അംഗീകരിച്ചു. എന്നാൽ പുതിയ നിയമസഭയിലും കേരളത്തിലെ പുതിയ നിയമസഭയിലും അധികം താമസിക്കാതെ പലർ പല ന്യായങ്ങൾ പറഞ്ഞ് ഈ ന്യായപ്രമാണത്തെ ബാക്ക് ഡോറിൽ കൂടെ സഭയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമം ഇന്നും നടക്കുന്നു. അതിന്റെ ഒരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ചില സഭകളിൽ ഒരു വ്യക്തി ഒരാഴ്ച ആബ്സെന്റ് ആണെങ്കിൽ സഭയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞേ പറ്റൂ, തിരുവത്താഴത്തിൽ സംബന്ധിക്കുന്നതിന് മുമ്പ് പറഞ്ഞേ പറ്റൂ കഴിഞ്ഞ ആഴ്ച എവിടായിരുന്നു. വേദപുസ്തകത്തിൽ അതിനുവേണ്ടി യാതൊരു ബേസിസ് ഇല്ല എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള ന്യായപ്രമാണങ്ങൾ ഉണ്ടാക്കി നമ്മൾ വിശ്വാസികളുടെ സ്വകാര്യതയിൽ കൈകടത്തുകയാണ്. വിശ്വാസികളുടെ സ്വകാര്യതയിൽ കൈകടത്താൻ ദൈവവചനം അനുവദിക്കുന്നു. അത് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു 100 കണക്കിന് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് ന്യായപ്രമാണം വേർപാട് സഭയിൽ വളരെ കർശനമായിട്ട് ആരോപിച്ചിട്ടുണ്ട് എന്നുള്ളത് ദൈവജനം മനസ്സിലാക്കണം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങരുതെന്ന് ദൈവവചനം പറയുന്നെങ്കിലും മനുഷ്യന്റെ ചായ്വ് എന്നും 2 കാര്യത്തിലേക്കാണ്. ഒന്ന് വിഗ്രഹാരാധനയിലേക്ക്, മറ്റൊന്ന് ന്യായപ്രമാണത്തിലേക്ക്. ഇത് രണ്ടും വേർപാട് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത് ന്യായപ്രമാണത്തിൽ കൂടെ നമ്മൾ ന്യായപ്രമാണത്തിന് വേണ്ടി മരിച്ചവരാണ്. ഇനി അത് രണ്ടാമത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കരുത്. ന്യായപ്രമാണത്തിന്റെ 3 ഘടകങ്ങളിൽ നൈതിക ധാർമ്മിക നിയമങ്ങളുള്ള ഘടകം മാത്രമേ ഇന്ന് ആപ്ലിക്കബിൾ ഉള്ളൂ എന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. ഗലാത്യ ലേഖനം 5:1 നാം എല്ലാവരും കാണാതെ പഠിക്കുകയും നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഗലാത്യർ 5:1 പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഈ അടിമനുഖം ഏതെങ്കിലും ഒരു രീതിയിൽ ബാക്ക് ഡോറിൽ കൂടെ കൊണ്ടുവരുവാൻ വേണ്ടി പലർ ശ്രമിക്കാറുണ്ട്. അത് ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടിമനുഖം ഗലാത്യയിൽ വന്നപ്പോൾ ഗലാത്യയിലെ ഉണ്ടായ ആ കൺഫ്രണ്ടേഷൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത്, ഒരു നിമിഷം പോലും അവരുടെ അടിമത്വം ഞങ്ങൾ സമ്മതിച്ചില്ല. വേർപാട് വിശ്വാസികൾ ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ന്യായപ്രമാണങ്ങൾ സഭയിൽ ഓരോരുത്തർ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് ഒരു നിമിഷം പോലും സമ്മതിക്കരുത്. സമ്മതിക്കാൻ പാടില്ലാത്തത് ദുരുപദേശമാണ്. ഇതും പാടില്ല, ദുരുപദേശവും പാടില്ല. ഇതേ ഐഡിയാസ് ദൈവവചനത്തിൽ മറ്റു പലയിടത്ത് ദൈവാത്മാവ് പറയുന്നുണ്ട്. റോമാലേഖനം 7-4 ഈ വിഷയത്തെ വളരെ എംഫാറ്റിക്കലി പറയുന്നുണ്ട്. റോമർ 7:4 പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. രക്ഷയുടെ അനുഭവം പ്രാപിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എടുത്ത് ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചു. ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡിനനുസരിച്ച് ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. അവിടെ ന്യായപ്രമാണം ഞാൻ വളരെ വ്യാപ്തിയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ന്യായപ്രമാണത്തിന്റെ ഡിമാൻഡിനനുസരിച്ച് പാപികളുടെ പാപത്തിന് വേണ്ടി, പാപപരിഹാരത്തിന് വേണ്ടി, പാപത്തിന്റെ ഫലത്തിന് വേണ്ടി മരിച്ച ക്രിസ്തുവുമായിട്ട് നാം ഏകീഭവിച്ചതോടെ നാമും ന്യായപ്രമാണത്തിന് വേണ്ടി മരിച്ചവരാണ് എന്ന് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. പലപ്പോഴും അത് മറന്നു പോകുന്നത് കൊണ്ടാണ് മനുഷ്യ നിർമ്മിത നിയമങ്ങള്, മനുഷ്യ നിർമ്മിത പാരമ്പര്യങ്ങള് ശരിയായിട്ട് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ന്യായപ്രമാണത്തെ സഭയിൽ വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. 2 കൊരിന്ത്യർ 5:17 ഇതിനെക്കുറിച്ച് ഇതിന്റെ മറ്റൊരു വശത്തെ ഓർപ്പിക്കുന്നു.
2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നമ്മൾ പരിശുദ്ധാത്മ സ്നാനത്തിൽ കൂടെ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുന്നതോടെ ക്രിസ്തുവിന്റെ നീതി നമ്മെ ആവരണം ചെയ്യുന്നു. അങ്ങനെ ആവരണം ചെയ്യുന്നതിന്റെ കാരണം കൊണ്ട് സ്ഥാനീയമായിട്ട് ദൈവമുൻപാകെ നാം നീതിമാന്മാരായി തീരുന്നു. അത് കഴിഞ്ഞ് ക്രമാനുഗതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നീതിമാന്മാരായി തീരുന്നു. ആത്യന്തികമായിട്ട് നീതിമാന്മാരായി തീരുന്നത് പുനരുത്ഥാന ശരീരം പ്രാപിച്ച് ന്യായവിധിയിൽ കൂടെ കടന്നുപോയി തേജസ്കരിക്കപ്പെട്ട ശരീരമായി തീരുമ്പോഴാണ് ആത്യന്തിക നീതീകരണം സംഭവിക്കുന്നത്. എന്നാൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ക്രിസ്തുവിലായതുകൊണ്ട് നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ പഴയതിനെ തന്നെ 3 സ്റ്റേജസിലാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന. ഒന്ന്, കർത്താവുമായിട്ട് സ്ഥാനീയമായിട്ട് നീതീകരണം നൽകി, അത് ആദ്യത്തെ സ്റ്റേജ്. പ്രായോഗിക ജീവിതത്തിൽ, അനുദിന ജീവിതത്തിലുള്ള നീതീകരണം സെക്കൻഡ് സ്റ്റേജ്. അതിനെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ആൻഡ് ഫൈനലി ആത്യന്തികമായ ആ നീതീകരണം തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുമ്പോൾ. ദൈവവചനം ഈ വിഷയങ്ങളെ ഓർപ്പിക്കുന്നതിന്റെ കാരണം ഗലാത്യയിൽ സംഭവിച്ചത് തലമുറകളിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഓരോ തലമുറയിലുള്ള വിശ്വാസികളും ഈ വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കി ന്യായപ്രമാണം അവരുടെ ജീവിതത്തിലും സഭയിലും കടന്നു വരാൻ അനുവദിക്കരുത്. ഇൻഡിവിജ്വൽ വിശ്വാസികൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. കാരണം സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു ശരീരമാണ്. ഈ വ്യക്തികളാണ് ഓരോ രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ന് ഏതായാലും ഇല്ല. എന്നാൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് സഭായോഗത്തിന് പോകുമ്പോൾ വെള്ളവസ്ത്രം മാത്രമേ ഇടണം എന്നൊരു വെപ്പുണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ മീശ അനുവദിക്കത്തില്ലായിരുന്നു. മീശ വെച്ചവർക്ക് തിരുവത്താഴം കൊടുക്കത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒത്തിരിയും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം വളരെയധികം മാറിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ സ്ഥാനത്ത് മറ്റു പല നിയമങ്ങൾ ഇങ്ങനെ ബാക്ക് ഡോറിൽ കൂടെ ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്. അത് കൊണ്ടുവരാൻ നാം അനുവദിക്കരുത്. ദുരുപദേശത്തെ എത്ര ശക്തിയായിട്ട് നാം എതിർക്കുന്നു, അതുപോലെ തന്നെ ബാക്ക് ഡോറിൽ കൂടെ ഈ ന്യായപ്രമാണത്തെ കൊണ്ടുവരുന്നത്, പല വിവിധ രൂപത്തിൽ ന്യായപ്രമാണത്തെ കൊണ്ടുവരുന്നത് നമ്മൾ എതിർക്കേണ്ടത് ആവശ്യമാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-22 ഇതിന്റെ മറ്റൊരു വശത്തെ കുറിച്ച് നാം വായിക്കുന്നു. കൊലോസ്യർ 2:20-22. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ബ്രദർ ജോൺസൺ വാക്യങ്ങൾ പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് കമന്റ് ബോക്സിൽ. ആരെങ്കിലും വാക്യം മിസ് ചെയ്യുവാണെങ്കിൽ കമന്റ് ബോക്സ് നോക്കിയാൽ മതി എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആൻഡ് താങ്ക് യു ബ്രദർ. പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? കൊലോസ്യ സഭയിൽ ഇത് വളരെ അധികമായിരുന്നു. അതിനൊരു കാരണമുണ്ട്. കൊലോസ്യ വിശ്വാസികളുടെ മധ്യേ ജ്ഞാനവാദികൾ എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ക്രിസ്തു സഭയിൽ കഴിഞ്ഞ 2000 വർഷങ്ങൾ കാണപ്പെടുന്ന എല്ലാ തലമുറയിലും കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ആളുകളിൽ ഒരു നല്ല ശതമാനം ആളുകൾ, പ്രത്യേകിച്ച് വളരെയധികം വാചാലന്മാരും വാക്ചാതുര്യമുള്ള ആളുകൾ, അവരുടെ പശ്ചാത്തലം കൂടെ കൊണ്ട് ആ പശ്ചാത്തലം ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ക്രിസ്ത്യാനിവൽക്കരിച്ചിട്ട് ഇവിടെ ഇറക്കുമതി ചെയ്യും. അത് സഭയുടെ ഒരു ചട്ടമായിട്ടും ഒരു പ്രാക്ടീസ് ആയിട്ടും കൊലോസ്യയില് അത് വലിയൊരു പ്രശ്നമായി തീർന്നു. കാരണം ജ്ഞാനവാദികൾ ചിലത് തൊടാൻ പാടില്ല, ചിലത് രുചിക്കാൻ പാടില്ല, ചിലത് ധരിക്കാൻ പാടില്ല. അവർക്ക് കുറെ നിയമങ്ങളുണ്ടായിരുന്നു ജ്ഞാനവാദി. അവര് അതിനൊരു ക്രിസ്ത്യൻ ആവരണം നൽകിയിട്ട് ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രമാണങ്ങളാണെന്നും പറഞ്ഞ് കൊലോസ്യയില് ഇറക്കുമതി ചെയ്ത് അത് കൊലോസ്യയില് വലിയ പ്രശ്നമായി. കൊലോസ്യ ലേഖനം പല വിഷയങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നു. അതാണ് ഇവിടെ കൽപ്പനകൾക്ക് ഉപദേശങ്ങൾക്ക് അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇത്
ഈ ഞാൻ ഈ പറഞ്ഞു വരുന്ന എല്ലാ കാര്യവും എല്ലാ സഭകളിലും കാണത്തില്ല. എന്നാൽ ഇതിൽ ചില കാര്യങ്ങൾ എല്ലാ സഭകളിലും ഉണ്ടാകും, ചിലത് മറ്റ് സഭകളിൽ ഉണ്ടാകും. വെള്ള വസ്ത്രമേ ഞായറാഴ്ച ധരിക്കാവെന്ന് ശഠിക്കുന്ന പല വിശ്വാസികളെ എനിക്ക് പേഴ്സണലി നല്ലതുപോലെ അറിയാം. അതുപോലെ ഒരു 100,000 നിയമങ്ങൾ ഈ കൊലോസ്യയിൽ ഉണ്ടായിരുന്നത് പോലെ ഓരോരുത്തർ അവരവരുടെ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തു സഭയിൽ കൊണ്ടുവരാറുണ്ട്. നമ്മൾ ന്യായപ്രമാണത്തിന് വേണ്ടി മരിച്ചവരാണ്. അത് മനസ്സിലാക്കി ക്രിസ്തു സഭയിൽ ഒരു രീതിയിലും ന്യായപ്രമാണം ഇറക്കുമതി ചെയ്യാൻ പാടില്ല. കൊലോസ്യയിലുള്ള വിശ്വാസികളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ഓരോരുത്തരെ അവരവരുടെ പശ്ചാത്തലത്തെ കൂടെ അവരുടെ കൂടെ കൊണ്ടുവരും. കർത്താവ് ഒരു ഭൂതഗ്രസ്തനെ കുറിച്ച് പറഞ്ഞതുപോലെ അതിൽ നിന്ന് പ്രേതത്തെ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു 7 എണ്ണം അതിനേക്കാൾ വിക്കഡായിട്ടുള്ള 7 എണ്ണത്തെ കൊണ്ട് തിരിച്ചു വന്നതുപോലെ ഒരു നല്ല ശതമാനം വിശ്വാസികൾ അവരുടെ പശ്ചാത്തലത്തെ അവരുടെ കൂടെ കൊണ്ടുവന്ന് അതിനെ ക്രിസ്ത്യാനിവൽക്കരിച്ചിട്ട് അതൊരു ക്രിസ്തീയ ചട്ടമായിട്ട് സഭയിൽ ഇറക്കുമതി ചെയ്യാറുണ്ട്. കൊലോസ്യയിൽ അത് പ്രശ്നമായി. ഇന്ന് 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ സഭകളിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മളത് മനസ്സിലാക്കി അതിനെ ശക്തമായിട്ട് എതിർക്കേണ്ടത് ആവശ്യമാണ്. അതിനെക്കുറിച്ച് ദൈവജനം ഒരു വിശദീകരണം നൽകുന്നത് പ്രത്യേകം ദൈവജനം ശ്രദ്ധിക്കണം. 23ാം വാക്യത്തിലാണ് അതിന്റെ വിശദീകരണം. അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ പേര് മാത്രമുള്ളത്, എന്നാൽ ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലുള്ള വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ജഡത്തിന്റെ അഭിലാഷം. ജഡത്തിന്റെ അഭിലാഷം ആത്മാവിന്റെ അഭിലാഷത്തിനെതിരെ വർക്ക് ചെയ്യുന്നു. റോമാലേഖനം അത് വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുന്നില്ല, ചെയ്യാൻ ആഗ്രഹിക്കാത്തത് ചെയ്യുന്നു. അത് എന്നിൽ ഉള്ള ജഡമാണ്, അല്ലെങ്കിൽ പാപ സ്വഭാവമാണ്. അപ്പം പാപ സ്വഭാവം അടക്കുന്നതാണ് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ വേണ്ടത്. ആ പാപ സ്വഭാവത്തെ അടക്കണമെങ്കിൽ അത് പല രീതിയിലുള്ള ന്യായപ്രമാണങ്ങൾ, ഞാനിപ്പം ബഹുവചനത്തിൽ പറയുന്നത് പഴയ നിയമ ന്യായപ്രമാണം മാത്രമല്ല, ഓരോരുത്തർ അവരവരുടെ പശ്ചാത്തലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ന്യായപ്രമാണത്തെ കൂടെ കൂട്ടിച്ചേർത്താണ്. ന്യായപ്രമാണങ്ങളല്ല ജഡാഭിലാഷത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്. ജഡത്തിന്റെ അഭിലാഷത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഒന്ന് ആത്മാവിന്റെ വാള്, അത് നമ്മുടെ ഹൃദയത്തിൽ കടന്ന് സന്ധിമജ്ജകളെ വേർപെടുത്തി കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. 2 പരിശുദ്ധാത്മാവിന്റെ നിറവ്. പരിശുദ്ധാത്മാവ് നമ്മളെ വന്ന് നിറയുമ്പോൾ ആ ആത്മാവിന്റെ ആ ഇരുവായത്തിലെ ഉള്ള വാൾ നമ്മളെ വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അകറ്റുകയും നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും ദൈവാത്മാവിന്റെ ഇഷ്ടപ്രകാരം നടക്കുകയും ചെയ്യുമ്പോഴാണ് ജഡാഭിലാഷം നിയന്ത്രണത്തിൽ വരുന്നത്. അല്ലാതെ മനുഷ്യനിർമ്മിത നിയമങ്ങളും ചട്ടങ്ങളിൽ കൂടെ അല്ല. ഇതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വിശദീകരണം കൂടെ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമാണ്. ഇവിടെ 23ന്റെ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്വേച്ഛാരാധനയിൽ ഈ പല രീതിയിലുള്ള ഈ മനുഷ്യനിർമ്മിത ചട്ടങ്ങളെ ക്രിസ്തു സഭയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ആളുകൾ അവർ അതിൽ കൂടെ സ്വേച്ഛാരാധന ചെയ്യുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ ചെയ്യുന്നതിൽ അവർക്ക് വലിയൊരു ഈഗോ, ഒരു ആത്മസന്തുഷ്ടി ഉണ്ടാകാറുണ്ട്. അത് ദൈവാത്മാവിനനുസരിച്ചുള്ള ഒരു കാര്യമല്ല. അത് ബേസിക്കലി സ്വേച്ഛാരാധനയാണെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. 2ാമത്തെ കാര്യം ദൈവവചനം ഓർപ്പിക്കുന്നത് താഴ്മയിൽ, ആത്മാവിൽ കൂടെയുള്ള താഴ്മയല്ല, മനുഷ്യനിർമ്മിത താഴ്മ. ഞാൻ ഇന്നത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ വളരെ താഴ്മയോടെ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള ആ കൃത്രിമമായിട്ടുള്ള താഴ്മ. പിന്നെ ശരീരത്തിന്റെ ഉപേക്ഷ. ചിലതൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് എന്തോ വലിയ ദൈവത്തിന് വേണ്ടിയുള്ള ത്യാഗമായി മാറും എന്നുള്ള ഒരു ഫീലിംഗ്. എന്നാൽ ബേസിക്കലി ഇതിന്റെ പുറകിലുള്ള ഫീലിംഗ് എന്തെന്ന് ദൈവാത്മാവ് ഇവിടെ പറയുന്നു. ഉപേക്ഷയിലും രസിക്കുന്നവർക്ക്, അവരുടെ മുഖം മൂടിക്കനുസരിച്ച് അവർ വലിയ ആത്മീയന്മാരാകുവാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഈ ചട്ടങ്ങളൊക്കെ സഭയിൽ വിശ്വാസികളുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് അവരെ ആത്മീയന്മാരാക്കുവാൻ ശ്രമിക്കുവാണ്. എന്നാൽ ആ മുഖം മൂടിയുടെ പുറകിൽ അവർ അതിൽ രസിക്കുകയാണ്.
ഓ, ഞാൻ ഞാൻ വലിയ ആത്മീകനാണ്, ഞാൻ ഇന്നത് ചെയ്യുന്നത് കൊണ്ട് വലിയ ആത്മീകനാണ് എന്നുള്ള ഒരു ചിന്താഗതി. ദൈവവചന ഇരുവായുത്തലയുള്ള വാള് ഒരു വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ അതിനെ സന്ധി മജ്ജകളെ വേർതിരിക്കുന്നെന്ന് പറയുന്നു. ഈവൻ നമ്മുടെ ഫീലിങ്സ്. അതുകൊണ്ട് ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭയുടെ മേളിലും വിശ്വാസികളുടെ മേളിലും അടിച്ചേൽപ്പിക്കുന്നവർ, അവർ ബേസിക്കലി ഉള്ളിൽ രസിക്കുന്നവരാണ്, ജ്ഞാനത്തിന്റെ പേരിൽ രസിക്കുന്നവരാണ്. അത് കൊലോസ്യയിലുള്ളവർ, അവരായിരുന്നു ജ്ഞാനവാദികൾ. എന്നാൽ ഇതിൽ കൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനം ഇല്ലെന്ന് ദൈവാത്മാവ് ലാസ്റ്റിൽ പറയുന്നു. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനം ഉള്ളതല്ല. ജഡാഭിലാഷം നിയന്ത്രണത്തിൽ വരണമെങ്കിൽ ന്യായപ്രമാണത്തിൽ കൂടെ അല്ല, നേരെ മറിച്ച് ആത്മാവിന്റെ ഇരുവായത്തിലുള്ള വാളിൽ കൂടെയും ദൈവാത്മാവിന്റെ നിറവിൽ കൂടെയാണ് ജഡാഭിലാഷം അടക്കുന്നത്. റോമാലേഖന 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇതിന്റെ മറ്റൊരു വശം വ്യക്തമാക്കുന്നു. റോമർ 8-ന്റെ 2-ാം വാക്യം. റോമർ 8-ന്റെ 2 പറയുന്നത്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നമുക്ക് ക്രിസ്തീയ വിശ്വാസികൾക്ക്, കൃപായുഗത്തിലുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് ന്യായപ്രമാണമല്ല സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. അത് തുടരുത്, ഇത് രുചിക്കരുത്, ഇന്നത് ഭക്ഷിക്കരുത്, അതല്ല നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ദൈവവചനം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്ത്? ദൈവവചനം. വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് തൊട്ട് ഇംഗ്ലണ്ടിലൊക്കെ പീപ്പിൾ ഓഫ് ദ ബുക്ക്, പുസ്തകത്തിൽ വിശ്വസിക്കുന്നവർ, അല്ലെ പുസ്തകത്തിനനുസരിച്ച് നടക്കുന്നവർ എന്നാണ് അറിയപ്പെട്ടത്. കേരളത്തിലും ഏതാണ്ട് അതിന് സമമായ പേരുകൾ അല്ലെ ടൈറ്റിൽസ് ഉണ്ടായിരുന്നു. അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അനുസരിച്ച് നാം നടക്കുന്നു. ആ പ്രമാണം നമുക്ക് ലിഖിതമായിട്ട് ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നാം ജീവിക്കുമ്പോൾ ലിഖിതമായിട്ട് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രമാണത്തിനനുസരിച്ച്, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിനനുസരിച്ച് നാം നടക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തിൽ ജഡാഭിലാഷത്തെ അടക്കുന്നത്. സോ നമ്മൾ വായിച്ച ഈ 19-ാം വാക്യത്തിൽ, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു, ഇത് ഗലാത്യ വിശ്വാസികളോട് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. 19-ല് നിങ്ങൾ പൊളിച്ചത്, 19-ന്റെ അർത്ഥം നിങ്ങൾ പൊളിച്ചത്, 18-ല് അതിന്റെ അർത്ഥം നിങ്ങൾ പൊളിച്ചത് വീണ്ടും പണിതാൽ നിങ്ങൾ ലംഘനക്കാർ എന്ന് തന്നെ തെളിയിക്കുന്നു. നിങ്ങൾ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചവരാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഇത് കമ്മ്യൂണിക്കേഷന്റെ ഒരു രീതി, ഒരു മെത്തേഡാണ്. നിങ്ങൾ എന്ന് പറയുന്നതിന് വരെ ഞാൻ എന്ന് പറഞ്ഞ് ദൈവാത്മാവ് എഴുത്തുകാരനെ കൊണ്ട് ഇവിടെ എഴുതിച്ചതാണ്. വായിച്ച ആളുകൾക്ക് അത് വ്യക്തമായിട്ടുണ്ട്. ഗലാത്യ ലേഖനം 2-ന്റെ 20-ാം വാക്യം. ഗലാത്യർ 2-ന്റെ 20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പൊ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാണ് 18-ാം വാക്യം തൊട്ട് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതേ പദപ്രയോഗം, അതേ രീതിയിൽ അങ്ങ് തുടരുകയാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. വായിക്കുന്നവർ അത് മനസ്സിലാക്കുന്നുണ്ട്. നാം എല്ലാവരും ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടവരാണ്. കാരണം രക്ഷിക്കപ്പെട്ട അതേ നിമിഷം ദൈവാത്മാവ് നമ്മളെ എല്ലാവരെയും എടുത്ത് ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിച്ചതോടെ ക്രിസ്തുവിന്റെ കൂടെ നാം സ്ഥാനീയമായിട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. സ്ഥാനീയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ആ മാറ്റങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടണം. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, സ്ഥാനീയമായിട്ട് കാണപ്പെടുന്ന കാര്യങ്ങൾ ഫൈനലി ആത്യന്തികമായിട്ട് സംഭവിക്കും. എന്നാൽ ഈ സ്ഥാനീയവും ആത്യന്തികവും ഇതിന്റെ ഇടയ്ക്കൊരു ഇടവേളയുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ദൈവാത്മാവ് അനുവദിച്ചിരിക്കുന്ന ആ സമയം. ഈ സമയത്ത് സ്ഥാനീയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നതും ആത്യന്തികമായിട്ട് നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ പ്രായോഗികമായിട്ട് പ്രത്യക്ഷപ്പെടണം. അപ്പൊ സ്ഥാനീയമായിട്ട് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഗലാത്യരെ സ്ഥാനീയമായിട്ട് നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇനിയും ജീവിക്കുന്നത് നിങ്ങളല്ല, ക്രിസ്തു അത്രേ നിങ്ങളിൽ ജീവിക്കുന്നു. അതിന്റെ ആ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗലാത്യ വിശ്വാസികൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ
ദൈവാത്മാവ് പല രീതിയിലുള്ള അത്ഭുതങ്ങളിൽ കൂടെ അവർ ലഭിച്ചത് ദൈവവചനമാണെന്നും അവർക്ക് ലഭിച്ചത് അത് ദൈവാത്മാവ് നൽകിയ ഒരു പുതുജീവനാണെന്നും അവർ മനസ്സിലാക്കിയിരുന്നു. ഇനി അവർ ന്യായപ്രമാണത്തിന് കീഴിലല്ല എന്നും മനസ്സിലാക്കിയിരുന്നു. ന്യായപ്രമാണത്തിന് കീഴിലല്ലാത്തത് കൊണ്ട് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽക്കണമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു അവരെ സ്വതന്ത്രരാക്കി അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ ക്രിസ്തു അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടും എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. നിങ്ങൾ കൃപയുടെ സുവിശേഷം ശ്രവിച്ചു, മനസ്സിലാക്കി, അംഗീകരിച്ചു, വിശ്വസിച്ചു, രക്ഷ പ്രാപിച്ചു. ക്രിസ്തു ആയിരുന്നു നിങ്ങളുടെ ഉള്ളിൽ ജീവിച്ചിരുന്നത്. ഈ ന്യായപ്രമാണത്തിന്റെ പുറകെ നിങ്ങൾ രണ്ടാമത് ഓടാൻ തുടങ്ങിയതിന് മുൻപ് ക്രിസ്തു ആയിരുന്നു നിങ്ങളിൽ ജീവിച്ചിരുന്നത്. ഇന്നും ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു. എന്നാൽ ക്രിസ്തു നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ന്യായപ്രമാണത്തിന്റെ പുറകെ ഓടുന്നതിന്റെ കാരണം കൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ വെക്കുവാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ ഇപ്പോഴും പഴയ നിയമത്തിലെ പ്രമാണങ്ങളുടെ പുറകെ ഓടുവാണ്. ഒരു പ്രാവശ്യം പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ അങ്ങ് പോകും. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഒരു ഡാം എവിടെന്നെങ്കിലും ഒരു ക്രാക്ക് വന്നാൽ ആ ക്രാക്ക് ഉടൻ തന്നെ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ക്രമാനുഗതമായിട്ട് ആ ക്രാക്ക് വികസിച്ച് ആ ഡാം തകർന്നു പോകും. ഇന്നുള്ള കോൺക്രീറ്റ് ആൻഡ് സ്റ്റീലും കൊണ്ടുള്ള ആധുനിക ഡാംസിനെ കുറിച്ചല്ല ഈ സ്റ്റേറ്റ്മെന്റ്. കോൺക്രീറ്റും പിന്നെ ഈ സ്റ്റീല് മെഷ് ഒക്കെ വരുന്നതിന് മുൻപ് പഴയ കാലത്ത് ഡാംസ് മണ്ണും കൊണ്ടായിരുന്നു ഉണ്ടാക്കുന്നത്. ഇന്നും അങ്ങനെയുള്ള ചില ഡാംസ് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ചിലയിടത്ത് ഉണ്ട്. മണ്ണും കൊണ്ടുള്ള ഡാമിന്റെ ഒരു പ്രത്യേകത, എവിടെയെങ്കിലും ഒരു ശകലം ക്രാക്ക് വന്ന് വെള്ളം ഒഴുകുക, അത് ഉടനെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ആ മണ്ണ് ഒലിച്ച് ഡാം ക്രാക്ക് ആകും. അത് വിശ്വാസികളുടെ ജീവിതത്തിൽ പാടില്ലാത്ത കാര്യങ്ങളെ അവർ അംഗീകരിച്ച് അത് സ്വീകരിച്ച് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു നല്ല ഒരു ഉദാഹരണമാണ്. ക്രാക്ക് ഉടനെ അടച്ചില്ലെങ്കിൽ ഡാം കംപ്ലീറ്റ്ലി നശിച്ചു. അതുപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതത്തിൽ പാടില്ലാത്ത ഒരു കാര്യങ്ങൾ അവർ എവിടുന്നെങ്കിലും എടുത്ത് അവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ അതിന്റെ ഫൈനൽ റിസൾട്ട് പൂർണ്ണ നാശമായിരിക്കും. ന്യായപ്രമാണത്തെ ത്യജിച്ച ഗലാത്യ വിശ്വാസികൾ യെരുശലേമിൽ നിന്ന് വന്ന ന്യായപ്രമാണത്തെ പ്രൊമോട്ട് ചെയ്ത ആളുകളുടെ ടീച്ചിങ് കേട്ട് അവർ പരിച്ഛേദന ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളിൽ അവരെ ന്യായപ്രമാണത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അവർ ഒരു ക്രാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ക്രാക്കിൽ കൂടെ ന്യായപ്രമാണം ഗ്രാജുവലി അവരുടെ ജീവിതത്തിൽ കയറി വരും. ന്യായപ്രമാണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വസ്തുത മനസ്സിലാക്കാതെ ന്യായപ്രമാണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്താണ്? അവനൊരു പരീശനായി മാറും. അവന് യഹൂദനാണെന്നുള്ള അഭിമാനം ഉണ്ടാകും, ദൈവവചനത്തിനനുസരിച്ച് നടക്കുവാണെന്നുള്ള അഭിമാനം ഉണ്ടാകും, മറ്റുള്ളവരെ പുച്ഛിക്കും, ദേവാലയത്തിൽ ചെന്ന് ദൈവം മുൻപാകെ ചെന്ന് പാപത്തിന് വേണ്ടി നെഞ്ചടിച്ചു പ്രായശ്ചിത്തം ചെയ്ത ആ പാപിയെ പുച്ഛിക്കും. പാപികൾ രക്ഷയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പാപികളെ രക്ഷയിലേക്ക് ആരെങ്കിലും നയിച്ചു കഴിഞ്ഞാൽ അതിനെ പുച്ഛിക്കും. അതുകൊണ്ടാണ് കർത്താവിനെ അവർ വിമർശിച്ചത്. സോ ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തു ആണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ ന്യായപ്രമാണത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിടവ് അല്ലെങ്കിൽ ആ ഒരു പിളർപ്പ് ആയി ക്രിസ്തീയ വിശ്വാസികൾ തിരിച്ച് യഹൂദന്മാരെ പോലെ ആയിത്തീരും. ആൻഡ് യഹൂദ മതത്തിലെ ഏറ്റവും ഉന്നത പൊസിഷൻ പരീശന്മാർക്കാണ്. വിശ്വാസികൾ പരീശന്മാരായി മാറും എന്നാണ് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ന്യായപ്രമാണത്തെ ത്യജിച്ച് ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നത് അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കണം എന്ന് ദൈവാത്മാവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നു. ഗലാത്യ വിശ്വാസികളെ ഓർപ്പിച്ചു. ഒരു ഉപദേശം പറഞ്ഞിട്ട് ആ ഉപദേശത്തിന്റെ
പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് പറഞ്ഞു പോവുകയാണ്. മുന്നോട്ട് നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഗലാത്യയിൽ സംഭവിച്ചത്, അവർ ജഡത്തിൽ ജീവിക്കുന്നത് പരിച്ഛേദനയേറ്റ് ആ പരിച്ഛേദനയുടെ കൂടെ വന്ന ഒരു വലിയൊരു കൂട്ടം ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ചായിരുന്നു അവർ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ അല്ല ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വേണ്ടതെന്ന് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നു. ഗലാത്യരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് നിങ്ങളല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു നിങ്ങളിൽ കൂടെ വെളിപ്പെടണം. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ന്യായപ്രമാണത്താലെ അല്ല, ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താലെ വേണം ജീവിക്കുന്നത്. ഇതേ ഐഡിയാസ് ദൈവവചനത്തിൽ പലയിടത്തുണ്ട്. ഇത് മനസ്സിലായില്ലെങ്കിൽ വളരെയധികം പ്രശ്നമുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. യെരുശലേമിലുള്ള പ്രത്യേകിച്ച് പരീശ മതക്കാര് രക്ഷിക്കപ്പെട്ട ആളുകൾ പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് നിർബന്ധം പറയുമായിരുന്നു. പത്രോസിന് തെറ്റുപറ്റിയതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട്. പത്രോസിന്റെ കൂടെയുള്ളവർ കപടം കാണിച്ചെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഗലാത്യ സഭ തെറ്റിപ്പോയത് ഓർമ്മയുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കാം. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരാണ്. അതുകൊണ്ട് ഇനിയും ക്രിസ്തുവാണ് നമ്മളിൽ പ്രത്യക്ഷപ്പെടേണ്ടത്, ന്യായപ്രമാണമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില പ്രാക്ടീസസ് പെട്ടെന്ന് ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. നമ്മുടെ ഇടയ്ക്ക് മനുഷ്യനിർമ്മിത ന്യായപ്രമാണത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നിരിക്കുന്നത്, വേർപാട് സഭയിൽ ആരെങ്കിലും ടെസ്റ്റിമണി പറയുവാണെങ്കിൽ എന്നെ സന്തോഷിച്ച ഒരു വാക്യം എന്ന് പറഞ്ഞൊരു വാക്യം വായിച്ചേ പറ്റൂ. അത് നമ്മുടെ സന്ധി മജ്ജകളിൽ പോലും അങ്ങ് അബ്സോർബ് ചെയ്തിരിക്കുന്നതാണ്. എന്നാൽ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം എന്ന് എഴുന്നേറ്റ് പറയുന്ന പലരും അവിടെ വന്നിരുന്ന് കഴിയുമ്പോൾ ആ വാക്യം നോക്കുന്നത്. ഞാൻ ഈ ക്യാമ്പ്സ് ആൻഡ് കോൺഫറൻസസിൽ ഒത്തിരി പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുള്ളത് കൊണ്ട് അവിടെ ടെസ്റ്റ് മണിക്ക് എഴുന്നേക്കുന്ന കുട്ടികളൊക്കെ ടെസ്റ്റ് മണിക്ക് തൊട്ട് മുമ്പ് ദൈവവചനം തപ്പി ഒരു വാക്യം എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്ന പല വാക്യങ്ങളും തെറ്റാണ്, അവർ പറയുന്നതായിട്ട് ബന്ധമൊന്നുമില്ല. എന്നാൽ എന്നെ സന്തോഷിപ്പിച്ചതെന്ന് പറയേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ഇടയ്ക്ക് ഉള്ള ഒരു പ്രാക്ടീസാണ്. ബാലസംഘത്തിന്റെ ക്യാമ്പുകളിലൊക്കെ ഇപ്പം വളരെ കർശനമായിട്ട് പറയാറുണ്ട്, വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് അവർ എഴുന്നേറ്റ് നിന്ന് നുണ പറയുകയാണ്. എന്നെ സന്തോഷിപ്പിച്ചതാണെങ്കിൽ അത് അവരുടെ മനസ്സിൽ കാണും, അല്ലാതെ ലാസ്റ്റ് മിനിറ്റിൽ തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരു നമ്മുടെ ഇടയ്ക്കുള്ള ഒരു ന്യായപ്രമാണമാണ്, എനിക്ക് മറ്റെന്തെങ്കിലും വിശ്വാസികളുമായിട്ട് വിഷമമുണ്ടെങ്കിൽ ഞാൻ തിരുവത്താഴത്തിൽ സംബന്ധിക്കത്തില്ല. ദൈവവചനം അങ്ങനല്ല പറയുന്നത്. മറ്റൊരു വിശ്വാസിയുമായിട്ട് എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ആ വിശ്വാസിയുടെ അടുത്ത് ചെന്ന് റിക്കൺസൈൽ ചെയ്യണമെന്ന് ദൈവവചനം പറയുന്നത്, അല്ലാതെ ഞാൻ തിരുവത്താഴത്തിൽ സംബന്ധിക്കാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. നാം മറ്റുള്ളവരുടെ പാപങ്ങളുടെ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തിരുവത്താഴത്തിൽ സംബന്ധിക്കാതിരിക്കുന്നത് നമ്മൾ ഡബിൾ ശിക്ഷാവിധി വരുത്തുകയാണ്. കാരണം നമ്മൾ റെഗുലറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട തിരുവത്താഴത്തെ മറ്റൊരുത്തന്റെ പാപത്തിന്റെ കാരണം കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കും. അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടെങ്കിൽ ഞാൻ തിരുവത്താഴത്തിൽ സംബന്ധിക്കാൻ പാടില്ല. അങ്ങനല്ല ദൈവവചനം പറയുന്നത്. ആ വിഷയത്തിൽ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമുണ്ടെങ്കിൽ നമ്മൾ അത് ഏറ്റുപറഞ്ഞ് ദൈവവുമായിട്ട് റിക്കൺസൈൽ ചെയ്യണമെന്നാണ്. അതിനു പകരം ആ പാപത്തിൽ തന്നെ ഇങ്ങനെ തുടർന്ന് ജീവിക്കാനല്ല ദൈവാത്മാവ് പറയുന്നത്, ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് 2, 3, 4, 5 ആഴ്ച ഒരാളെ തിരുവത്താഴത്തിൽ സംബന്ധിക്കാതിരിക്കുന്നത് ദൈവവചനത്തിനനുസരിച്ച് തെറ്റാണ്. അത് മനുഷ്യനിർമ്മിത ന്യായപ്രമാണമാണ്. ദൈവവചനത്തിന്റെ പ്രമാണം ഒരു പാപം ചെയ്തു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ പാപം ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് തിരുവത്താഴത്തിൽ സംബന്ധിക്കണം എന്നാണ്. അല്ലാതെ തിരുവത്താഴത്തിൽ നിന്ന് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് അവന്റെ പാപം എന്റെ പാപം പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് മാറി നിൽക്കുവാൻ വേണ്ടി ദൈവവചനത്തിൽ ഒരു പ്രമാണം ഇല്ല. ഇത് മനുഷ്യനിർമ്മിത ന്യായപ്രമാണമാണെന്ന് ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഒരു വിശ്വാസി ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ഉടനെ തിരുവത്താഴത്തിൽ നിന്ന് അവനെ മാറ്റണം എന്നുള്ള ഒരു പരിചയം നമ്മുടെ ഇടയ്ക്കുണ്ട്. ദൈവവചനം അങ്ങനെ പറയുന്നു. ദൈവവചനം നൈതിക പാപങ്ങൾ, മോറൽ പാപങ്ങൾക്ക് വേണ്ടിയാണ് വിശ്വാസികളെ, അത് തന്നെ അതിൽ തുടരുവാണെങ്കിലാണ് വിശ്വാസികളെ തിരുവത്താഴത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അല്ലാതെ ഒരു വിശ്വാസി തുമ്മിക്കഴിയുമ്പോഴത്തേക്ക് അവനെ തിരുവത്താഴത്തിൽ നിന്ന് വേണ്ടി മാറ്റുവാൻ വേണ്ടി ദൈവവചനത്തിൽ യാതൊരു കൽപ്പനയില്ല. ഇത് മനുഷ്യനിർമ്മിത നിയമമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ.
അതിന് നമ്മുടെ കയ്യിൽ ഒരു 1000 ആർഗ്യുമെന്റ് ഉണ്ട്. നമുക്ക് എല്ലാ കാര്യത്തിനും ആർഗ്യുമെന്റ് ഉണ്ട്. ബൈബിള്, വേദോസ്തവത്തിലെ ഉപദേശം മനുഷ്യന്റെ വാദഗതികളിൽ കൂടെ അല്ലെ പ്രതിവാദത്തിൽ കൂടെ അല്ല സ്ഥാപിക്കുന്നത്. ദൈവവചനം എന്ത് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ. എന്നോട് ഒരാള് പറഞ്ഞതാണ്, ഞാൻ കേരളത്തിൽ വരുമ്പം എനിക്ക് ഇംഗ്ലീഷ് സഭയിൽ പോകണം. അതെന്നാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്ത് പ്രാർത്ഥിക്കുന്നു എന്നറിയാതെ ഞാൻ എങ്ങനാണ്, അതെനിക്ക് മനസ്സിലാകാതെ ഞാൻ എങ്ങനാണ് ആമീൻ പറയുന്നത്? നമ്പർ 1 ഹിപ്പോക്രസി, കപടം. നമ്മളൊരു സഭയിൽ ചെന്ന് കഴിഞ്ഞ് അവിടെ ഒരാൾ പ്രാർത്ഥിക്കുന്ന എല്ലാം കേട്ടിട്ട് അതിലെ എല്ലാ വാക്യവും ആ വാചകവും അനുമോദിച്ചെങ്കിലേ ആമീൻ പറയാൻ സാധിക്കത്തുള്ളത് മനുഷ്യനിർമ്മിതമായ ഒരു നിയമമാണ്, അല്ലെങ്കിൽ ചട്ടമാണ്. ഇങ്ങനെയുള്ള ഒരു 100 കാര്യങ്ങൾ നമ്മളെ തന്നെ ആത്മീകരാണെന്ന് പ്രദർശിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ കൂട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇതൊന്നും പാടില്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങരുതെന്ന് ദൈവവചനം ഓർപ്പിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്റ്റഡിക്ക് വേണ്ടി. റോമാലേഖനം 6:6, കൊലോസ്യ ലേഖനം 3:3-4 നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3:3-4. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മൾ രക്ഷ പ്രാപിക്കുമ്പോൾ നമ്മളെ എടുത്ത് ദൈവാത്മാവ് ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ഏകീഭവിക്കുന്നു. അതോടെ ക്രിസ്തുവിന്റെ നീതീകരണം നമ്മളെ ആവരണം ചെയ്യുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംഗങ്ങളായി. അതാണ് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്യൂച്ചർ. അപ്പൊ അങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി, ഇന്ന് നമ്മൾ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടണം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണം. 2 കൊരിന്ത്യർ 5:17 നമ്മൾ ഓൾറെഡി വായിച്ചല്ലോ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. റോമാലേഖനം 8:10 നാം വായിക്കുന്നത്, റോമർ 8:10, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവനാകുന്നു. നമ്മൾ പരിച്ഛേദനയിൽ കൂടെയല്ല ജീവനാകേണ്ടത്, ശരീരം നിമിത്തമല്ല, ആത്മാവ് നിമിത്തമാണ്. വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവവചനത്തിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ നിറവും ഉണ്ടായിരിക്കണം. അതിൽ കൂടെയാണ് ക്രിസ്തു നമ്മിൽ വെളിപ്പെടേണ്ടത്. അതിനെക്കുറിച്ച് ഫിലിപ്പിയർ ലേഖനം 1:21 നാം വായിക്കുന്നത്, ഫിലിപ്പിയർ 1:21, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഞാൻ മരിച്ചാൽ ഞാനൊരു പുതിയ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ആ പുതിയ ശരീരം, രൂപാന്തരപ്പെട്ട ശരീരം, അത് ന്യായവിസ്താരം കഴിയുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരമായി തീരും. അതുകൊണ്ട് മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. എന്നാൽ ഇപ്പൊ ഞാൻ മരിച്ചിട്ടില്ല. ഗലാത്യരെ, നിങ്ങൾ ഇപ്പോൾ മരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആകണം. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ക്രിസ്തു ആകണമെങ്കിൽ ദൈവവചനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയണം. ദൈവാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ ജീവിക്കണം. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമുക്ക് കാണാം. ക്ലോസിംഗിൽ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും എന്റെയും ഡോക്ടർ സനീഷിന്റെ ബുക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഡോക്ടർ സനീഷിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു.